ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ വെക്റ്റർ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ വെക്ടറിന് നമ്മൾ വിളിച്ച പേരായിരുന്നു ഗ്രേഡിയൻ്റ് വെക്റ്റർ. ഒരു ഫംഗ്ഷൻ തന്നാൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് വെക്ടറിനെ നമ്മൾ ഡെൽ എഫ് എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ക്യാപ്പ്. 3 വേരിയബിൾ ആവുന്ന സമയത്ത് നമുക്ക് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ ക്യാപ്പ് എന്നുള്ളൊരു രൂപത്തിലുള്ള ഒരു കോർഡിനേറ്റും കൂടി കിട്ടും, ഒരു കോമ്പോണൻറ്റും കൂടി കിട്ടും. ഇത്തരം ഒരു വെക്ടറിനെ നമ്മൾ ഓൾറെഡി ഗ്രേഡിയൻ്റ് വെക്ടർ എന്നുള്ളൊരു ടേം വെച്ചിട്ട് വിളിച്ചു. നമ്മൾ ആ വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു? ആ ഗ്രേഡിയൻ്റ് വെക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആ ഡിഫൈൻ ചെയ്ത ഗ്രേഡിയൻ്റ് വെക്ടർ എന്നുള്ള വെക്ടറിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താ എന്നുള്ളതാണ്. ഗ്രേഡിയൻ്റ് വെക്ടർ എന്നുള്ളത് ഒരു വെക്ടറാണ്. ഇൻ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു വെക്ടറാക്കി ട്രീറ്റ് ചെയ്യാം. നമുക്ക് ഐ ക്യാപ്പിൻ്റെയും ജെ ക്യാപ്പിൻ്റെയും ഡയറക്ഷനിലുള്ള കോമ്പോണൻസ് തരുന്നുണ്ട്. Therefore we can treat it as a vector function. Therefore ജിയോമെട്രിക്കലി നമ്മൾ ഗ്രേഡിയൻ്റ് വെക്ടർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനൊരു ഫംഗ്ഷൻ എടുത്തു. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ഫംഗ്ഷന് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതും. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സം സെഡ്. Therefore let z is equal to f of xy comma be a ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. z is equal to f of xy എന്നുള്ളത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ആ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന് ഞാൻ z is equal to c എന്നുള്ള പ്ലെയിന് കൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്തായിരിക്കും? ഈസ് എ സർഫസ് ഇൻ 3D, 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് ആയിരിക്കും. ആ സർഫസിനെ ഞാൻ z is equal to c എന്നുള്ള പ്ലെയിന്, z is equal to c എന്ന് പറഞ്ഞാൽ നമ്മൾ z ആക്സിസ് മുകളിലേക്ക് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സി എന്നുള്ള പോയിന്റിലൂടെ എക്സ് വൈ പ്ലെയിനിന്, നമ്മുടെ ഈ ബോർഡിന് പാരലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിന് വരക്കാം. ആ പ്ലെയിനാണ് z is equal to c. അയാളെ കൊണ്ട് എഫ് ഓഫ് എക്സ് വൈനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കർവ് കിട്ടും. ആ കർവിനെ നമ്മൾ എന്ത് കർവ് എന്നാണ് വിളിച്ചത്? ഈസ് ദ ലെവൽ കർവ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. Therefore ഞാൻ z is equal to c കൊണ്ട് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ബി ദ ലെവൽ കർവ് എന്ന് അസ്യൂം ചെയ്യാം. z is equal to c കട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ലെവൽ കർവ് നമുക്ക് കിട്ടി. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിൽ വേരിയബിൾ ആയിട്ട് ആരൊക്കെ വരുന്നത്? എക്സ് വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്. എക്സും വൈയും ഇത്തരം ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റിലാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അത്തരം ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ഫംഗ്ഷൻ. നമുക്ക് ഏതൊരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാരാമെട്രിക് ഇക്വേഷൻ കാണാം. അതേപോലെ പാരാമെട്രിക് ഇക്വേഷൻ തന്നാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കാർട്ടീഷ്യൻ ഇക്വേഷനും കാണാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എ റേഡിയസ് ഉള്ള 0 0 സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ജനറൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് ഇയാൾ. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ആരാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സിയുടെ സ്ഥാനത്ത് ആരാണ്? എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പാരാമെട്രിക് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യാം. നമ്മൾ യൂഷ്വലി സർക്കിൾസിൻ്റെ പാരാമെട്രിക് ഇക്വേഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറ് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി ആണ്. എക്സ് എന്നുള്ളത് എ കോസ് ടി ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരുന്ന സമയത്ത് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി, എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി വരും. എ സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ രൂപത്തിലാണ് തന്നത് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങോട്ടും മാറ്റാം? കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്കും മാറ്റാം. Therefore
ഏതൊരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാലും അതിനെ നമുക്ക് എന്ത് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം? മറ്റൊരു പാരാമീറ്റർ, അതായത് എക്സിനെയും വൈയിനെയും നമ്മൾ ഇവിടെ ടി എന്നുള്ളൊരു പാരാമീറ്റർ വെച്ച് ഡിഫൈൻ ചെയ്തു. അപ്പം മറ്റൊരു പാരാമീറ്ററിൽ ഡിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. അത്തരത്തിൽ നമ്മൾ ജനറലി നമുക്ക് തന്ന എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്നുള്ള ലെവൽ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ എക്സ് എന്നുള്ളത് ടിയിലുള്ള ഒരു ഫംഗ്ഷനും വൈയിൽ ഉള്ളത് ടിയിലുള്ള മറ്റൊരു ഫംഗ്ഷനും ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി വേറൊരു കണ്ടീഷനും കൂടി തരുന്നുണ്ട്. നമുക്കൊരു ലെവൽ കർവ് തന്നു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി. ആ ലെവൽ കർവ് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇയാളെന്ന് വിചാരിക്കുക. പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട്. പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാറുണ്ട്, പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. അപ്പോൾ പി എന്നുള്ളൊരു പോയിന്റ് തന്ന് പി എന്നുള്ള പോയിന്റിലൂടെ ലെവൽ കർവ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സിനും വൈയിനും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് നോട്ടും വൈ നോട്ടും കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ഈക്വൽ ടു സി വരും. ദാറ്റ് മീൻസ് ആ പോയിന്റ് എവിടെ ഉണ്ടാവും? ലെവൽ കർവിലുള്ള ഒരു പോയിന്റ് ആണ് പി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാരാമീറ്റർ കൊടുക്കുന്ന സമയത്ത് ഏതോ ഒരു പെർട്ടിക്കുലർ ടി കൊടുക്കുന്ന സമയത്ത് ജി ഓഫ് ടി ആരായിട്ട് മാറും? എക്സ് നോട്ടായിട്ടും എച്ച് ഓഫ് ടി വൈ നോട്ടും ആയിട്ട് മാറും. ആ പെർട്ടിക്കുലർ ടീനെ നമ്മൾ ടി ഈക്വൽ ടു സം ടി നോട്ട് എന്ന് വിളിക്കാം. ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് വിളിച്ചാൽ ജി ഓഫ് ടി നോട്ട് ആരായിട്ട് മാറും? എക്സ് നോട്ട് ആയിട്ട് മാറും. ആൻഡ് എച്ച് ഓഫ് ടി നോട്ട് ആരായിട്ട് മാറും? വൈ നോട്ട് ആയിട്ട് മാറും. ദെർഫോർ നമ്മൾ എന്ത് ചെയ്തു? ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിരുന്നു. ഒരു ഗിവൺ 3 ഡയമെൻഷണൽ സർഫസിനെ നമ്മൾ സി എന്നുള്ളൊരു പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ കർവ് കിട്ടി. ആ ലെവൽ കർവ് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാർട്ടീഷ്യൻ ഇക്വേഷനെ നമുക്ക് ടി എന്നുള്ളൊരു പാരാമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ടി എന്നുള്ള പാരാമെട്രിക് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ട് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് തന്ന ഫംഗ്ഷനായിട്ട് ആരായിട്ട് മാറും? എഫ് ഓഫ് എക്സ് ആരാ? ജി ഓഫ് ടി. ജി ഓഫ് ടി വൈ ആരാ? എച്ച് ഓഫ് ടി ഈക്വൽ ടു സി. ജി ഓഫ് ടി ടിയിലുള്ളൊരു ഫംഗ്ഷൻ, എച്ച് ഓഫ് ടി ടിയിലുള്ളൊരു ഫംഗ്ഷൻ. ടോട്ടലി എഫ് എക്സിനും വൈയിനും ഉള്ളതിന് പകരം ആരിലായിട്ട് മാറി? ടി എന്നുള്ള ഒരു സിംഗിൾ വേരിയബിളായിട്ട് മാറി. അത്തരത്തിൽ സിംഗിൾ വേരിയബിളാക്കിയിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിൽ പാരാമീറ്ററൈസ് ചെയ്തു. ഇനി ജി ഓഫ് ടി എച്ച് ഓഫ് ടി ആണ് കോമ്പോണൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെക്റ്റർ ഫംഗ്ഷൻ ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. സോറി, ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി ജെ. എക്സിന് പകരം ജി ഓഫ് ടി വരും, വൈന് പകരം ആരും വരും? എച്ച് ഓഫ് ടിയും വരും. നമ്മൾ സാധാരണ ജനറൽ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി കൊടുത്താൽ നമ്മൾ വെക്റ്റർ ഇക്വേഷനായിട്ട് ആരാ പറയാറ്? ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. എക്സ് ഓഫ് ടിയും കൊടുക്കും, വൈ ഓഫ് ടിയും കൊടുക്കും. അതേപോലെ ഇവിടെ എക്സ് എന്നുള്ളത് ജി ഓഫ് ടി ആണ്, ജി ഓഫ് ടി കൊടുത്തു. ആൻഡ് വൈ എസ് എന്നുള്ളത് ആരാണ്? എച്ച് ഓഫ് ടി ആണ്, എച്ച് ഓഫ് ടി കൊടുത്തു. ദെർഫോർ ആർ ഓഫ് ടി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ള രൂപത്തിൽ വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ആരെ? സി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ തന്നിക്കണ്? എഫ് എന്നുള്ള ഫംഗ്ഷൻ തന്നിക്കണ്. ആരിലൊക്കെയുള്ള ഫംഗ്ഷനാണ്? എക്സിലുണ്ട്, വൈയിലുണ്ട്. സോറി, എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ഇനി എക്സിനെ നമ്മൾ എന്ത് ചെയ്തു? ടി എന്നുള്ള ഫംഗ്ഷനാക്കി. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാത്തിലൂടെ ഡി എഫ് ബൈ ഡി ടി അപ്രോച്ച് ചെയ്യാം. ചെയിൻ റൂൾ പ്രകാരം അയാൾ എന്തായിരിക്കും? ഈ രണ്ട് പാത്തിൻ്റെ കോമ്പോസിഷൻസിൻ്റെ ഡെറിവേറ്റീവും ഈ രണ്ട് പാത്തിൻ്റെ കോമ്പോസിഷൻസിൻ്റെ ഡെറിവേറ്റീവും തമ്മിൽ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ജനറലി ഡി എഫ് ബൈ ഡി ടി എന്താണെന്നുള്ളതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ ആരാണ്? ഇയാളെ ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. എഫ് എക്സിൽ വൈയിൽ, എക്സും വൈയും ടിയിൽ. ഇതാണ് നമ്മുടെ ഡി എഫ് ബൈ ഡി ടി.
നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സി. രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെയും വൈനെയും നമ്മൾ റീപ്ലേസ് ചെയ്തു. ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? ഈ സൈഡിൽ ഡി എഫ് ബൈ ഡി ടി വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡി ബൈ ഡി ടി ഓഫ് സി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആയിട്ട് മാറും. ഇനി ഡി എഫ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇവിടത്തെയും ഡെറിവേറ്റീവ്സ് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യുക. ഈ ഡെറിവേറ്റീവ് ആരാ? എഫ് രണ്ട് വേരിയബിൾ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് വരും. ഈ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഈ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. സോ നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സി എന്നുള്ള കർവിനെ, ലെവൽ കർവിനെ പാരാമെട്രിക് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തു. ദാറ്റ് വിൽ ഇംപ്ലൈസ് a1 b1 പ്ലസ് a2 b2 ഈക്വൽ ടു 0 എന്നുള്ളൊരു ഫോർമാറ്റിലാണ് ഇയാൾ. അത്തരം കേസസിൽ നമുക്ക് ഇവരെന്താക്കി മാറ്റാം? രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി. ആരൊക്കെ എടുത്താൽ മതി? ഫസ്റ്റ് വെക്ടറായിട്ട് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. രണ്ടിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് എടുത്തു. ഇനി രണ്ടാമത്തത് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം ഈ ആളെ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി കിട്ടും ബൈ ഡെഫിനിഷൻ ഓഫ് പ്രൊഡക്റ്റ് റൂൾ അല്ലെങ്കിൽ സ്കാലാർ പ്രൊഡക്റ്റ് റൂൾ. സോ ഫൈനലി നമ്മൾ എറേസ് ചെയ്തത് മാത്രം നമുക്കൊന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സി എന്നുള്ള ഫംഗ്ഷൻ ലെവൽ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ഈക്വൽ ടു 0. ദിസ് വിൽ ഇംപ്ലൈസ് ഇയാൾ ആരാ? നമ്മൾ ഡിഫൈൻ ചെയ്ത ഗ്രേഡിയൻ്റ് വെക്റ്റർ ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് എക്സ്. എക്സ് ആരാ? ജി ഓഫ് ടി. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് വൈ. വൈ ആരാ? എച്ച് ഓഫ് ടി. എച്ച് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ആർ ഓഫ് ടി എന്നുള്ളതിലെ ഓരോ കോമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആഡ് ചെയ്തതിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇതിൽ ഓരോ വെക്ടേഴ്സിൻ്റെയും കോമ്പോണൻറ്റ് വെക്ടേഴ്സിൻ്റെയും ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? ആർ ഡാഷ് ഓഫ് ടി കിട്ടും. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. ഇൻ പെർട്ടിക്കുലർ ഏത് പോയിന്റും ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ പെർട്ടിക്കുലർ ഞാൻ അടിയിലേത്തതൊന്നും വായിക്കുന്നുണ്ട്. del f of x comma y dot r dash of t equal to 0 for every x comma y or for every t. In particular at p x naught y naught എന്നുള്ള പൊസിഷനിലും ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് നോട്ട് വൈ നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? del f at x naught y naught dot r dash at t naught equal to 0 and assume that r dash at t naught not equal to 0. ആർ ഡാഷ് അറ്റ് ടി നോട്ട് 0 ആണെങ്കിൽ ഇയാൾ എന്തായാലും ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിക്കോളും? 0 ആയിരിക്കോളും. ഡെറിവേറ്റീവ് ടി നോട്ട് എന്നുള്ള പോയിന്റിൽ 0 അല്ലാന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എന്താണെന്നാണ് അർത്ഥം? ദേ ആർ മ്യൂച്വലി ഓർത്തോഗണൽ. ദാറ്റ് മീൻസ് ഈ വെക്ടറിന് ഓർത്തോഗണൽ ആയിരിക്കും. ഇതാരാ വെക്ടർ? ഗ്രേഡിയൻ്റ് വെക്ടർ. ഇതോ ഡെറിവേറ്റീവ് അറ്റ് ടി നോട്ട് അല്ലെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയമാണ് ടി നോട്ട്. ടി നോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? എക്സ് നോട്ട് വൈ നോട്ട് വരും. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ടിന് പെർപെൻഡിക്കുലർ ആണ്. ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ കർവിൻ്റെ ടാൻജൻറ്റ് ലൈൻ. Therefore we have concluded that the gradient vector of a function of two variable at a point x naught y naught is perpendicular
ടു ദ ടാൻജൻറ്റ് ലൈൻ. ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കർവ് ഉണ്ട്, ഈ കർവിൽ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻറ്റ് വരച്ചു, ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. ഈ രൂപത്തിലായിരിക്കും ആര് വരിക? ഇതാണ് നമ്മുടെ ആർ ഡാഷ് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഡെൽ എഫ് വരിക. ഡെൽ എഫ് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. അതിന് നമ്മൾ മറ്റൊരു സെൻസിൽ പറയും ഡെൽ എഫ് ആ പോയിന്റിൽ കർവിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് ആർ ഡാഷ് എന്നുള്ളത് കർവിന് ടാൻജൻ്റ് ആണ്, ഡെൽ എഫ് എന്നുള്ളത് കർവിൽ ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും. ദെർഫോർ ഏതൊരു കർവ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വെക്റ്റേഴ്സ് നമുക്കിപ്പോൾ പറയാം. ഒന്ന് ആർ ഡാഷ് ഡെറിവേറ്റീവ് എന്നുള്ളത് ടാൻജൻറ്റ് വെക്റ്റർ, ആൻഡ് ഡെൽ എഫ് എന്നുള്ളത് എന്താണ്? നോർമൽ വെക്റ്റർ അല്ലെങ്കിൽ ഓർത്തോഗണൽ വെക്റ്റർ. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് എഴുതാം. At every point P of x naught y naught in the domain of f of xy, the gradient of f comma del f is ഓർത്തോഗണൽ. ഓർത്തോഗണൽ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു വേർഡാണ് നോർമൽ, ടു ദ ലെവൽ കർവ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. സോ വി ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദ ലെവൽ കർവ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഏതൊരു സർഫസ് തന്നാലും ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നാൽ ആ സർഫസിൻ്റെ ലെവൽ കർവിന് ഓർത്തോഗണൽ ആയിരിക്കും ആര്? ഗ്രേഡിയൻറ്റ് വെക്റ്റർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു റിസൾട്ടിലൂടെ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? ഒരു ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന് 2 വേരിയബിൾ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ കർവിന് ഒരു പോയിന്റ് എടുക്കുക, ഒരു ലെവൽ കർവ് എടുക്കുക. ആ ലെവൽ കർവിൽ ഇതാണ് നമ്മുടെ ഒരു റാൻഡം സർഫസ് എന്ന് കരുതുക. ആ സർഫസിന് നമുക്കൊരു ലെവൽ കർവ് കിട്ടി, അതിലൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ആയിരിക്കും ആര്? ഗ്രേഡിയൻറ്റ് വെക്റ്റർ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.